വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലേൺ വിത്ത് അജ്മൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അബ് കഹാ ദൂസരെ കെ ദുഃഖ് സേ ദുഃഖി ഹോനെ വാലെ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ പാർട്ട് 4 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 പാർട്ടും പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വന്നിട്ടേ ഈ ഒരു പാർട്ട് കാണാവൂ, കാരണം എങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ. കാരണം ആദ്യത്തെ 3 പാർട്ടിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ പാർട്ട് 4. അപ്പോൾ ഇതിൻ്റെ ലേഖക് നിദ ഫാസ്ലി ആണെന്ന് ആദ്യത്തെ 3 വീഡിയോസിൽ നമ്മൾ കണ്ടു. അപ്പോൾ അവസാനത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മതഗ്രന്ഥങ്ങളും സയൻസും അവരുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ ആ ഒരു ഭൂമി ഉണ്ടായത് എങ്ങനെയാണെന്ന് അവരതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഭൂമി ഒരാളുടെ മാത്രമല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഭൂമി ഒരാളുടെ മാത്രമല്ല. ഈ ഹോ ലേക്കിൻ ധർത്തി കിസി ഏക് ഹി നഹി ഹെ. അത് കഴിഞ്ഞ് ബാക്കി ഇനി ആരുടെയൊക്കെയാണ് ഭൂമി? പഞ്ചി എന്ന് വെച്ചാൽ എന്താണ്? പക്ഷികൾ. മാനവ് മനുഷ്യൻ. പശു ആനിമൽസ്. നദി അറിയാമല്ലോ. പർവ്വതം. സമന്തർ സമുദ്രം. കടൽ. ആദി എന്ന് വെച്ചാൽ അറിയാം, എക്സെട്ര. ഇതിൻ്റെ എല്ലാം അപ്പോൾ പക്ഷികളുടെയും മനുഷ്യരുടെയും ആനിമൽസിൻ്റെയും നദികളുടെയും പർവ്വതങ്ങളുടെയും സമുദ്രത്തിൻ്റെയും എല്ലാം ഇതിനെല്ലാം ഇസ്മേ ബരാബർ, ഇതിൽ ബരാബർ ഈക്വൽ കി ഹിസ്സേദാരി ഹേ, ഈക്വൽ ആയിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷികൾക്കും മനുഷ്യർക്കും ആനിമൽസിനും നദികൾക്കും പർവ്വതങ്ങൾക്കും സമുദ്രങ്ങൾക്കും എല്ലാം ഈക്വൽ ആയിട്ടുള്ള അവകാശം ഈ ഭൂമിയുടെ മേലുണ്ട്. യഹ് ഓർ ബാത് ഹേ കി, ഈ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? ഇസ് ഹിസ്സേദാരി മേം മാനവ് ജാതിനെ, ഈ ഒരു അവകാശത്തിൽ മനുഷ്യജാതി അല്ലെങ്കിൽ മനുഷ്യ വർഗം എന്ത് ചെയ്യുന്നു? അഗ്നി ബുദ്ധീസെ, അവരുടെ ബുദ്ധി കൊണ്ട് ബഡേ ദീവാരേം ഖടി കരുതി. അപ്പോൾ ഈ ഒരു കാരണത്താൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ബരാബർ ഈക്വൽ ആയിട്ടുള്ള ഹിസ്സേദാരി അവകാശങ്ങൾ ഭൂമിയുടെ മേലുണ്ട്. ആർക്കൊക്കെ? ആനിമൽസ്, ബേർഡ്സ്, മനുഷ്യർ, നദികൾ, പർവ്വതങ്ങൾ, സമുദ്രം, ഇതിനെല്ലാം. പക്ഷേ മനുഷ്യർക്ക് ഇവരെക്കാളൊക്കെ കുറച്ച് ബുദ്ധി കൂടുതലാണ്. ഈ ഒരു കാരണത്താൽ അവർ ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് തന്നെ എല്ലാവരുടെയും ഇടയിൽ വലിയ വലിയ മതിലുകൾ പണിയുകയാണ്, വലിയ വലിയ ഭിത്തികൾ പണിയുകയാണ്. പഹലെ പൂരാ സംസാർ ഏക് പരിവാർ കെ സമാൻ ഥ. അപ്പോൾ ആദ്യം ഇതിനൊക്കെ മുമ്പ് ആദ്യം പൂരാ സംസാർ, മുഴുവൻ ലോകവും, മുഴുവൻ ആൾക്കാർ, ഈ ലോകത്തുള്ള മുഴുവൻ ജീവജന്തുക്കളും ഏക് പരിവാർ കെ സമാൻ ഥ, ഒരു കുടുംബത്തെ പോലെയായിരുന്നു. കാരണം നമുക്കറിയാം ഏർലി ഹ്യൂമൻ ലൈഫിൽ ഒരു കാടായിരുന്നു ലോകം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മരങ്ങളിലെ എല്ലാം ആശ്രയിച്ച മനുഷ്യർ അതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നു, മൃഗങ്ങളെ വേട്ടയാടി തിന്നുന്നു. അപ്പോൾ അവരൊക്കെ ഗുഹകളിലാണ് താമസിച്ചത്. അപ്പോൾ ആ ഒരു കുടുംബം, ആ ഒരു വീട്, ആ ഒരു ജംഗൽ, ആ ഒരു കാട് വീടാകുമ്പോൾ അതിലുള്ള എല്ലാ ജീവജാലങ്ങളും, ആ കാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യരുൾപ്പെടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് ജീവിച്ചത്, പരസ്പരം ഇടപഴകി. അബ് ടുക്കഡോമേ ബണ്ട്കർ, ഇപ്പോൾ പീസായി അല്ലെങ്കിൽ പല വിഭാഗമായി ബണ്ട്കർ എന്ന് വെച്ചാൽ തിരിയുക, ഡിവൈഡ് ചെയ്ത് പോവുകയാണ്, വിഭജിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്ന ലോകത്തെ എല്ലാ ജീവജാലങ്ങളും ഇപ്പോൾ പല സെക്ഷനായിട്ട് തിരിഞ്ഞു. പക്ഷികൾ, മൃഗങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട പക്ഷി, മൃഗം, മനുഷ്യൻ, ഇങ്ങനെ പല വിഭാഗമായിട്ട് തിരിഞ്ഞു. ഏക് ദൂസരെ സെ ദൂർ ഹോ ചുക്ക, എന്നിട്ട് എല്ലാവരും തമ്മിൽ അകന്നു കഴിയുകയാണ്. മൃഗങ്ങൾ കാട്ടിൽ, മനുഷ്യർ നാട്ടിൽ, സൂവിൽ കുറച്ച് മൃഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അകന്നു കഴിയുകയാണ്. പഹലെ ബഡേ ദാലാനവും ആംഗനവും മേ സബ് മിൽ ജുൽ കർ രഹത്തെ थे. അപ്പോൾ ഏർലി ഹ്യൂമൻ ലൈഫ് കഴിഞ്ഞ് കുറച്ചും കൂടെ അവർ സിവിലൈസ്ഡ് ആയി. ആ ഒരു സമയത്ത് ആ ഒരു സമയത്തും അവർ വീടുകളൊക്കെ, ദാലാനവും ബിൽഡിങ്സ്, ആംഗനവും ബിൽഡിങ്സും മുറ്റവും, ഇവിടെ എല്ലാം അന്നും ഇവർക്ക് അവർ ഈ മൃഗങ്ങളെ വളർത്തിയിരുന്നു, ഏർലി ഹ്യൂമൻസ് അന്നും. കാരണം അവർ ആ ഒരു ഇടപഴകലിലൂടെ തന്നെ ആ കാട്ടിലൊക്കെ ഇടപഴകിയവരാണ്. പിന്നീടും ആദ്യത്തെ കുറച്ച് നാൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടും അവർ ആ മൃഗങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. കാട്ടിലൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം വലിയ ബിൽഡിങ്സിലും മുറ്റങ്ങളിലുമൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുമായിരുന്നു, എല്ലാ ജീവജാലങ്ങളും, എല്ലാ ടൈപ്സ് ജീവജാലങ്ങളും. അബ് ഛോട്ടെ ഡിബ്ബേ ജൈസെ ഘരോമേ, പണ്ട് ഉദ്ദേശം ഇത്രേ ഉള്ളൂ. വീടുകൾ, വലിയ ബിൽഡിങ്സൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കിളികൾ വന്നിരിക്കും,
കാക്കയൊക്കെ പണ്ട് ഇഷ്ടംപോലെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ പല പല മൃഗങ്ങളൊക്കെ മുറ്റത്തൊക്കെ വരും, നായ്ക്കളും ഒക്കെ വരും. പക്ഷെ ഇപ്പോൾ ചോട്ടെ ചോട്ടെ ഡിബ്ബേ ജേസെ ഘരോ, ഇപ്പോൾ ചെറിയ ചെറിയ ഡപ്പ പോലെ ഇരിക്കുന്ന, ചെറിയ കുപ്പികൾ പോലെ ഇരിക്കുന്ന വീടുകൾ, അതായത് ഫ്ലാറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ ബിൽഡിംഗ് ആണ്, അത് ചെറിയ ചെറിയ ഡബ്ബ പോലെയുള്ള ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലത്തെ ഫ്ലാറ്റും, അതിലെ ജീവിതം, അതിന് മുറ്റമില്ല, ആ ഒരു ജീവൻ, അങ്ങനെ ജീവൻ സിമട്നെ ലഗ, സിമട്ന എന്ന് വെച്ചാൽ ചുരുങ്ങുക. അപ്പോൾ അങ്ങനെ ജീവിതം, ഇപ്പോഴത്തെ മനുഷ്യരുടെ ജീവിതം ചുരുങ്ങുകയാണ്. ഒരു ഡിബ്ബ പോലെയുള്ള വീട്ടിനകത്ത് ചുരുങ്ങുകയാണ് മനുഷ്യ ജീവിതം. ബഡ്ത്തി ഹുയി ആബാദിയും എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കൂടുന്നത് കാരണം സമന്തർക്കോ, ഈ കൂടി വരുന്ന പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, സമുദ്രത്തിനെ പീച്ചെ സർക്കാന നീക്കുക അല്ലെങ്കിൽ തള്ളുക എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കൂടി വരുന്ന ആബാദിയും, അതായത് പോപ്പുലേഷൻ, നമുക്കറിയാം പോപ്പുലേഷൻ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ കൂടി വരുന്ന പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, സമുദ്രത്തിനെ പുറകോട്ട് തള്ളാൻ തുടങ്ങുന്നു. ശുരുക്കർ എന്ന് വെച്ചാൽ തുടങ്ങുക. അപ്പോൾ സമുദ്രത്തിനെ പീച്ചെ പുറകോട്ട് തള്ളാൻ തുടങ്ങുകയാണ്. പേടോങ്കോ രാസ്തോംസെ ഹട്ടാന ശുരു കർദിയ, ഒന്നെങ്കിൽ അവർക്ക് വഴി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വഴിയിൽ കിളിച്ചിരിക്കുന്ന മരങ്ങളെ, അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി, വടികൾ ഉണ്ടാക്കാനും പുതിയ പുതിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പേടോങ്കോ രാസ്തോംസെ ഹട്ടാന, മരങ്ങളെ വഴികളിൽ നിന്നൊക്കെ വെട്ടി നീക്കം ചെയ്യാൻ അവർ തുടങ്ങിയിരിക്കുന്നു, ഈ വളർന്നു വരുന്ന പോപ്പുലേഷൻ, മനുഷ്യരുടെ പോപ്പുലേഷൻ. ഫൈൽത്തെ ഹുയെ എന്ന് വെച്ചാൽ പരക്കുന്ന പ്രദൂഷൺ, അതായത് പൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ പോപ്പുലേഷൻ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ അങ്ങനെയുള്ള പോപ്പുലേഷൻ പഞ്ചിയോങ്കോ ബസ്തിയോം സെ ഭഗാന ശുരു കർദിയ. അപ്പോൾ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇതെല്ലാം പക്ഷികളെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന്, ബസ്തിയോം എന്ന് വെച്ചാൽ അവരുടെ സെറ്റിൽമെൻറ്റ്സ്, അവർ വസിക്കുന്ന സ്ഥലങ്ങൾ, പ്രദൂഷൺ എന്ന് വെച്ചാൽ പൊല്യൂഷൻ, ഫൈൽത്തെ ഹുയെ അതായത് പരക്കുന്ന, പക്ഷിയോം ഇവരെയൊക്കെ ഇങ്ങനെ ഭഗാന ഒഴിപ്പിക്കുക, അവരുടെ വാസസ്ഥലങ്ങളിൽ, ബസ്തിയോം സെ ഭഗാന വാസസ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആര്? പൊല്യൂഷൻ. ബാരൂദോം അതായത് ബോംബുകൾ, ബാരൂദോം കി വിനാശ് ലീലാവും, ഈ ബോംബുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ വാതാവരൺകോ സത്താന ശുരു കർദിയ, വാതാവരൺ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, നശിപ്പിക്കാൻ തുടങ്ങി. ബോംബുകളുടെ അവശിഷ്ടങ്ങൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ നശിപ്പിക്കാൻ തുടങ്ങി. ഗർമി സെ ജ്യാദാ ഗർമി, ഇപ്പോൾ സാധാരണ ചൂടിൽ നിന്നും കൂടുതൽ ചൂടാണ് ഉള്ളത്. ബേവക്ത് കി ബർസാത്തെ എന്ന് വെച്ചാൽ മഴ, ബേവക്ത് അസമയത്ത്, സമയം തെറ്റിയുള്ള, നമുക്കറിയാം കാലം തെറ്റിയുള്ള മഴ, കേരളത്തിലൊക്കെ പ്രളയം ഉണ്ടായതാണ്, അതുപോലെ തന്നെ കാലം തെറ്റിയുള്ള മഴ, അത് പ്രളയത്തിലേക്കൊക്കെ കലാശിക്കുന്നതാണ്. ജൽസലെ അതായത് ഭൂകമ്പം, ഭൂമി കുലുക്കം എന്ന് പറയും. സൈലാബ് ഫ്ലഡ്, പ്രളയം, അറിയാം അല്ലേ, മലയാളികളാണെങ്കിൽ അറിയാം. തൂഫാൻ എന്താണ്, കൊടുങ്കാറ്റ്. ഓർ നിത്, പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നയേ രോഗ്, പുതിയ രോഗങ്ങൾ. മാനവ് ഓർ പ്രകൃതിക്ക് ഇസി അസന്തുലൻ കെ പരിണാം ഹേ, ഈ വരുന്ന വളരെയധികം ചൂട്, അസമയത്ത് കാലം തെറ്റി വരുന്ന മഴ, ജലേ ഭൂകമ്പം, സൈലാബ് ഫ്ലഡ് പ്രളയം, തൂഫാൻ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ്. ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ ഒരെണ്ണം വന്നിട്ട് പോയി. എല്ലാത്തിനും പേരൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പന്മാരാക്കി പറഞ്ഞു വിടുക. അപ്പോൾ ഇതെല്ലാം ഈ ഒരു തൂഫാൻ ഓർ നിത് നയ രോഗ്, ഇപ്പോൾ വരുന്ന പുതിയ രോഗങ്ങൾ, ഇതെല്ലാം മാനവ് ഓർ പ്രകൃതിക്ക് ഇസി അസന്തുലൻ കെ പരിണാം ഹെ, മനുഷ്യരും പ്രകൃതിയും ഇവർ തമ്മിലുള്ള സന്തുലൻ എന്ന് വെച്ചാൽ ബാലൻസ്, അസന്തുലൻ എന്ന് വെച്ചാൽ ഇംബാലൻസ്, അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു പരിണാമമാണ്, ഒരു ഫലമാണ് ഈ വരുന്ന പ്രളയവും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റ്, ഇത് എല്ലാം. അപ്പം നേച്ചർ അറിയാം, ഇംഗ്ലീഷ് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേച്ചർ കി സഹൻ ശക്തി, പ്രകൃതിയുടെ സഹനശക്തി. അപ്പോൾ മനുഷ്യർക്കായാലും ചിലരൊക്കെ സഹിച്ച് നിൽക്കുന്നവരാണ്, ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇനി പ്രകൃതിയുടെ സഹനശക്തി എന്താണെന്ന് നോക്കാം. നേച്ചർ കി സഹൻ ശക്തിക്ക് ഏക് സീമ ഹോത്തി ഹെ, ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, പ്രകൃതിയുടെ സഹനശക്തിയെക്കുറിച്ച്.
അപ്പോൾ ഇപ്പോൾ നോക്കാം, നേച്ചർ കി സഹൻ ശക്തിക്ക് ഏക്ക് സീമ ഹോത്തി ഹെ. സഹനശക്തി എന്താണെന്നറിയാം, സഹിക്കാനുള്ള ശക്തി. സീമ അതിര്. അപ്പോൾ ഈ നേച്ചറിനും നമ്മളൊക്കെ പറയും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന്. അതുപോലെ തന്നെ നേച്ചറിനും സഹിക്കുന്നതിനൊക്കെ ഒരു സീമ, അതിരുണ്ട്. നേച്ചർ കെ ഗുസ്സേ കാ ഏക്ക് നമൂന. നേച്ചറിൻ്റെ ഗുസ്സ എന്ന് വെച്ചാൽ എന്താണ്, ദേഷ്യത്തിനൊരു നമൂന എന്താണ്, എക്സാമ്പിൾ. നേച്ചറിൻ്റെ ദേഷ്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കാൻ പോകണേ, കണ്ടോണേ, ഇതാണ് അത്. എന്താണ്, കുച്ച് സാൽ പഹലെ മുംബൈ അല്ലെങ്കിൽ മുംബൈ മേ ദേഖ്നെ കോ മിലാത. അപ്പോൾ അതിൻ്റെ പ്രകൃതിയുടെ ദേഷ്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ കുറച്ച് നാൾ മുമ്പ് മുംബൈയിൽ കാണാൻ കഴിഞ്ഞു. ഓർ യഹ് നമൂന, പിന്നെ ഈ ഒരു എക്സാമ്പിൾ ഇത്ന ഡരാവനാഥ, ഭയങ്കര ഭയപ്പെടുത്തുന്നതായിരുന്നു, അതായത് വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. കി ബംബൈ നിവാസി ഡർക്കർ, അതായത് ബോംബെ അല്ലെങ്കിൽ മുംബൈ നിവാസികളെല്ലാം അവർ പേടിച്ച് അവരവരുടെ പൂജാസ്ഥലമേയും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിരുന്ന് അപ്നെ ഖുദാവും, ഖുദ എന്ന് പറയുന്നത് നമ്മൾ സോളമൻ്റെ കാര്യത്തിൽ കണ്ടു. ഖുദ എന്താണ്, ഈശ്വരൻ. അവരവരുടെ ഈശ്വരൻസെ പ്രാർത്ഥന കർണേലകെ, പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്, കുറച്ച് അപ്പോൾ നമ്മുടെ പ്രകൃതിക്ക് ഒരു സഹനശക്തിക്കൊക്കെ ഒരു സീമ, അതിരുണ്ട്. അപ്പോൾ നേച്ചറിൻ്റെ ദേഷ്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോവാണ്. എന്താണ്, കുറച്ച് വർഷം മുമ്പ് നമ്മൾ കണ്ടു ബംബൈയുടെ പുതിയ പേരാണ് ബോംബെ എന്നാണ്. മുംബൈ ആയി. അപ്പോൾ ഇത് നമ്മൾ മുംബൈക്ക് മുംബൈയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. കാരണം അന്ന് ബോംബെയിൽ അല്ലെങ്കിൽ മുംബൈയിൽ താമസിച്ചിരുന്ന എല്ലാവരും പേടിച്ച് അവരവരുടെ പൂജാസ്ഥലങ്ങളിൽ ചെന്നിരുന്ന് അവരവരുടെ ദൈവത്തെ വിളിച്ച് വളരെയധികം പേടിയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും സമയം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമയവും നമ്മുടെ സ്പേസും ഒക്കെ കുറവ് കാരണം നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. എല്ലാവരുടെയും കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.